കൊച്ചി മെട്രോ തീർച്ചയായും വളരെ നല്ലൊരു സംഭവമാണ്. വരുന്നതിൽ ഒത്തിരി അഭിമാനമൊക്കെ ഉണ്ട് കൊച്ചിയിലൂടെ. പക്ഷേ അത് ക്ലീനായിട്ട് സൂക്ഷിക്കാനുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം പോലെ അവരുടെയും തുടക്കം തന്നെ നല്ലൊരു ഇതിൽ തന്നെ വരണം. കൺസെഷൻ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു കോളേജ് കുട്ടികൾക്ക്. ഇൻക്ലൂഡ് ചെയ്ത TG വർക്കേഴ്സ് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം അങ്ങനെ ആരും എടുക്കാത്തൊരു ഇനീഷ്യേറ്റീവ് സ്റ്റെപ്പാണ് എടുത്തത്. തീർച്ചയായും വിമൻ എംപവർമെൻറ്റ് അതെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പം ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. കുറേ നാളത്തെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് ഈ കൊച്ചി മെട്രോ ഇപ്പോൾ വരാനുള്ളതിൻ്റെ ഒരു കാരണം. പിന്നെ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ വളരെയധികം സുഖകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വരും കാലങ്ങളിൽ നമുക്ക് വരുന്ന തലമുറയ്ക്ക് നല്ലൊരു തൊഴിലവസരങ്ങൾ കുറേ ലഭിക്കാനായിട്ട് ഉള്ളൊരു കാര്യമാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ മെട്രോ നമ്മുടെ ഇവിടെ ഈ മെട്രോ വരുന്നത് നമുക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ സാധാരണക്കാരായ ഇപ്പം ഞങ്ങൾക്കൊരു പേടിയുള്ള സാധാരണക്കാരായ ഓട്ടോറിക്ഷ രംഗത്ത് എന്തെങ്കിലും ബാധിക്കുക എന്നുള്ളത് വളരെയേറെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ എടപ്പള്ളി, ലുലു മാള് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ആലുവയിലൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ട്രിപ്പ് പോകുന്നതാണ്. പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ട്രിപ്പ് പോകുന്നതാണ്. ഇനി അങ്ങനെയുള്ളൊരു കാര്യം സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാനൊക്കെയല്ല ഈ മെട്രോ ഇങ്ങനെ വരുന്നതുകൊണ്ട്. ഇതൊരു മാറ്റത്തിൽ ഞങ്ങൾക്കൊരു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇല്ലെന്നുള്ളത് വലിയൊരു ആശങ്കയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നാളത്തെ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സമാധാനമാവുള്ളൂ. കാരണം എങ്ങനെയാണ് ഓട്ടം കിട്ടുമോ ഓട്ടം കിട്ടിയല്ലേ എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിരിക്കുന്നത്. കൊച്ചി മെട്രോയെ പറ്റി പറയുകയാണെങ്കിൽ കൊച്ചിയുടെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഒരു നല്ല പ്രൊജക്റ്റാണ്. മറ്റു പല സ്ഥലങ്ങളിലും മെട്രോയിൽ കയറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ മെട്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം മെട്രോ ആണല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നു. മെട്രോ വരുന്നതിൽ, കൊച്ചിയിലേക്ക് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം പ്രത്യേകിച്ച് കൊച്ചിയുടെ പക്ഷേ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വലിയൊരു വികസനത്തിന് വഴി തുറക്കുകയാണ്. പിന്നെ ഗതാഗതത്തിനുള്ള എല്ലാവിധ മാറ്റങ്ങളും അതിനകത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചി മെട്രോ വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രാഫിക് കുറേ ഒഴിവാകും, നല്ല യാത്രാ സൗകര്യം ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ വന്നിട്ട് നമുക്ക് എന്താ പറയുന്നത്, പുറമേ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കൊച്ചി മൊത്തം ഒന്ന് കറങ്ങണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എളുപ്പമായിരിക്കും. അവർക്ക് ട്രാവൽ ചെയ്യാൻ കാര്യങ്ങൾക്ക് എളുപ്പമായിരിക്കും. കൊച്ചിയുടെ മുഖച്ഛായ മാറ്റുന്നുള്ള അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചി മെട്രോ വരുന്നതിന് സന്തോഷം, എല്ലാവർക്കും നല്ല ഉപകാരമാണ്. ഭാവിയിൽ അത് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നമ്മൾ ആലുവയിലൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് സംഗതി അവിടെ ചെല്ലാം. പിന്നെ പോകുന്നതിന് ബോറടിയില്ല അതിൻ്റെ അകത്ത് കയറിയിരുന്നാൽ. പോയിട്ടില്ലെങ്കിലും അഭിപ്രായങ്ങൾ അങ്ങനെ കേൾക്കുന്നത്. അത്യാവശ്യം നമുക്ക് സൗകര്യമുള്ള അത്രയും വാട്ടർ എന്തോ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ബോട്ടിങ്ങിൻ്റെ എന്തോ. അത് നമുക്കിപ്പോൾ നമ്മളെ ടൂറിസ്റ്റോട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നത്, നമ്മൾ അതുകൊണ്ട് പണിയെടുത്ത് ജീവിച്ച് പോകണത്. അത് നമുക്കൊരു പാരയാവുന്ന ഒരു സംശയം വന്നേക്കണത്. ബോട്ട് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ള ചാർജിങ് എങ്ങനെ നമുക്കറിയില്ല. ഇപ്പോൾ നമ്മളിതിപ്പോൾ ജൂൺ ജൂലൈ ആയതുകൊണ്ട് നമ്മൾ തന്നെ പണിയൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ നിൽക്കുന്ന സമയമാണ്. അതും കൂടെ വരുമ്പോൾ നമ്മളെ വയറ്റത്തടിക്കുന്ന തോന്നുന്നുണ്ട്. നമുക്കിപ്പോൾ പെട്ടെന്ന് പോയി വരാനൊക്കെ എളുപ്പമാണ്. ബ്ലോക്ക് ഉണ്ടാവില്ല, പെട്ടെന്ന് പോയി വരാം. നല്ലൊരു കാര്യമാണ് മെട്രോ വന്നത്. ഒരുപാട് ജനങ്ങൾക്ക് തൊഴിലവസരം കിട്ടുന്നൊരു പദ്ധതിയാണ് നമുക്കിവിടെ ഈ വർഷം വന്നിരിക്കുന്നത്. ഞങ്ങളും അതിൻ്റെ ഒരു ത്രില്ലിലാണ്. ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളും മറ്റുള്ള കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള എല്ലാ കാറ്റഗറിയിൽ നിന്നുള്ള തൊഴിലവസരങ്ങൾ സർക്കാർ എടുത്തിരിക്കുന്നത് ഒരുപാട് നല്ല കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഓരോരുത്തരെ ഇനിയും അവസരങ്ങൾ കൊടുക്കണം എന്ന് മാത്രം ഞങ്ങൾ അപേക്ഷിക്കുന്നു.